അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇറാൻ. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡ് അഥവാ IRGCയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. ഇറാൻ മാധ്യമമായ പ്രസ് ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാൻ വെളിപ്പെടുത്തിയത്. ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈഗംബറെ ആസം എന്ന പേരിലുള്ള സൈനികാഭ്യാസത്തിന് ഇടയിലാണ് ആയുധശേഖരമായി നിർമ്മിച്ച 2 ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിക്കാനിരിക്കുന്നത്. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല. അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുക. ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്ന് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ് സൈന്യം. രൂപകൽപ്പനയിലും ശേഷിയിലും വലുപ്പത്തിലും ആയുധങ്ങളുടെ കരുത്തും ഉൽപ്പാദനവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആയുധശേഷികളും ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ല. ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്തുനിന്ന് ഇന്റലിജൻസ് തലത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ല. ഇറാൻ വിപ്ലവ ഗാർഡിൽ നിന്ന് നേരിട്ട സൈനിക ഇന്റലിജൻസ് പരാജയങ്ങൾ മറയ്ക്കാൻ വേണ്ടി ശത്രുക്കൾ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കുകയാണെന്നും ബ്രിഗേഡിയർ അലി മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ വ്യാജ ഉത്സാഹത്തിലേക്കും തെറ്റിദ്ധാരണയിലേക്കുമാണ് ഇസ്രായേൽ ഭരണകൂടത്തെ നയിച്ചിരിക്കുന്നതെന്നും സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. ഏതു നിമിഷവും ഞങ്ങൾ ആക്രമണത്തിന് ഒരുക്കവും സജ്ജവുമാണെന്നാണ് ശത്രുക്കളെ അറിയിക്കാനുള്ളത്. മടിച്ചു നിൽക്കുകയോ തീരുമാനം മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉത്തരവ് വരുന്ന മുറയ്ക്ക് ഞങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കാനിരിക്കുകയാണ്. ശത്രുവിൻ്റെ കണക്കുകൂട്ടലുകളും ധാരണകളും ഞങ്ങൾ മാറ്റിക്കൊടുക്കും. ഇറാൻ ഒരൊറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം നിർത്തിയിട്ടില്ല. രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നും IRGC പബ്ലിക് റിലേഷൻസ് തലവൻ അറിയിച്ചു. അധിനിവിഷ്ട പ്രദേശങ്ങളിലെ ആകാശം ഇറാൻ സൈന്യത്തിന് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഇത് സൈന്യത്തിന് നല്ല തിരിച്ചറിവുണ്ടെന്ന് IRGC കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞു. കൂടുതൽ വേഗത്തിലും കൃത്യതയോടെയും ശക്തമായും ഇസ്രായേൽ സ്വത്തുക്കൾ ആക്രമിക്കാൻ സൈന്യത്തിനാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. വ്യോമസേനയുടെ ഭാഗമായ ഗഥാം അൽ അംബിയ എയർ ഡിഫൻസ് ബേസിലെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഖാദിർ റഹീംസാദയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇത് എവിടെയൊക്കെയാണെന്ന് വെളിപ്പെടുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത സൈനികാഭ്യാസങ്ങളിൽ പുതിയ സജ്ജീകരണങ്ങൾ പരീക്ഷിക്കുമെന്നും ഖാദിർ റഹീംസാദ അറിയിച്ചു. അതിനിടെ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന യുദ്ധപരിശീലനവും നടത്തുന്നുണ്ട്. 300 യുദ്ധക്കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 2000-ലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾ ഭാഗമാകുന്ന നാവിക പരേഡും ഇതിന്റെ ഭാഗമായി നടക്കും. വിപ്ലവ ഗാർഡിന് കീഴിലുള്ള അർദ്ധസൈനിക വിഭാഗമായ ബാസിസ് സേനയിലെ 1,10,000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സൈനിക അഭ്യാസവും ഉടൻ തെഹ്റാനിൽ നടക്കുമെന്ന് IRGC അറിയിച്ചിട്ടുണ്ട്.